പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സിലും വൈയിലുമുള്ള ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇക്വേഷനെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലെ ആർബിട്രറി കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലെ ആർബിട്രറി കോൺസ്റ്റന്റ് ആയ സീനെ എലിമിനേറ്റ് ചെയ്യണം. ഇതിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y, വൈയുടെ ഡെറിവേറ്റീവ് y ഡാഷ് ഈക്വൽ ടു, ഇവിടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4c ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് സിയുടെ വാല്യൂ y ഡാഷ് ബൈ 2 എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിനെ എലിമിനേറ്റ് ചെയ്യണം. സിയുടെ വാല്യൂ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ ഈ രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ഈ ആൻസർ ആണ് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് പകരം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓരോ ഓപ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കും. അതിൽ ഏത് ഓപ്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത് കിട്ടുന്നത് നോക്കും. ഇതിലേക്ക് യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇതാണ്. Dou f by dou x denotes differentiating f partially with respect to x. അതിനുവേണ്ടി നമ്മൾ yനെ കോൺസ്റ്റന്റ് ആയി വെച്ചുകൊണ്ട് x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ dou f by dou y denotes differentiating f partially with respect to y. അതിനുവേണ്ടി നമ്മൾ x-നെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. f of xy equal to c എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇതിനെ ആദ്യം x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻടു dx, പ്ലസ് ഇതിനെ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻടു dy ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഓപ്ഷനായിട്ട് എടുക്കുക. ഓരോ ഓപ്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഓപ്ഷൻ എ എടുക്കുകയാണ്. ഇതാണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇതിനെ ആദ്യം x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻടു dx, പ്ലസ് ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻടു dy ഈക്വൽ ടു 0. ഇനി ഇതിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് വൈ. ഇനി ഈ ടേമിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എക്സ്. ഇനി ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് -1, പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ് കോസ് എക്സ് മൈനസ് വൈ എന്നുള്ള ടേമാണ് ഇവിടെ വരുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത് എക്സ് സൈൻ എക്സ് മൈനസ് വൈ ആണ് വേണ്ടത്. ഇതിന് കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഓപ്ഷനിൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ആണ് ഉള്ളത്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈയുടെ ടേം ആയിരിക്കും വരിക.
ഓപ്ഷൻ സിയും. അവിടെ രണ്ടിടത്തും എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈയുടെ ടേം ആണ് ഉള്ളത്. അതുകൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈയുടെ ടേം ആയിരിക്കും കിട്ടുക. ഈ ആൻസർ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്കിനി ഓപ്ഷൻ ഡി ശരിയാകുമോ എന്ന് നോക്കാം. അപ്പൊ നമ്മൾക്ക് ഓപ്ഷൻ ഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി എടുത്തു. ഓപ്ഷൻ ഡി ഇതാണ്, എക്സ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സി. ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇതിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇതിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും, ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇതിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഇനി ഇതും നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു നെഗറ്റീവ് സൈനിന്റെ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ തന്നെയും കൂട്ടത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്. സോ വി ഹാവ് ടു ഓപ്റ്റ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻസിന്റെ റോൺസ്കിയൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇതാണ്. റിസൾട്ടിൽ പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലയാണ് ഉള്ളത്. ഒന്ന് W ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫോർമുല യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് അറിയില്ലെങ്കിലാണ് ഈ ഫോർമുല ഉപയോഗിക്കുക. അതേസമയം നമ്മൾക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് y1ഉം y2ഉം അറിയാമെങ്കിൽ റോൺസ്കിയൻ നമ്മൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് W ഈക്വൽ ടു ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. അപ്പൊ ആദ്യം നമ്മൾക്ക് ഇവിടെ ഈ ഫോർമുല യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ y ഡാഷിന്റെ ടേം ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ W ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ഇൻ്റഗ്രൽ 0 ഡി എക്സ് എന്ന് വരും. 0ന്റെ ഇൻ്റഗ്രലിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ ആൻസർ നമ്മൾക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. റോൺസ്കിയൻ ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് കോൺസ്റ്റന്റ്സ് ഉണ്ട്, ഒന്ന് -2ഉം ഒന്ന് +2ഉം. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ റോൺസ്കിയൻ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് -2 ആണോ +2 ആണോ എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ഫോർമുല ഉപയോഗിച്ച് റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ ഫോർമുലയിൽ പറയുന്നത് y1ഉം y2ഉം ഇതിന്റെ രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ റോൺസ്കിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് y1ഉം y2ഉം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഇക്വേഷനെ y ഡബിൾ ഡാഷ് എന്നുള്ളതിനെ നമ്മൾക്ക് d സ്ക്വയർ ഓഫ് y എന്ന് എഴുതാം. ഇവിടെ d എന്ന് പറയുന്നത് d ബൈ dx ആണ് d എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നാവും. ഇതിന്റെ ഓക്സിലിയറി ഇക്വേഷൻ എന്ന് പറയുന്നത് m സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. അതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലിയറി ഇക്വേഷൻ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. സോ
തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു c1 e റേസ് ടു പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് c2 e റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ്. ഈ എമ്മിന്റെ രണ്ട് വാല്യൂസ് ആണ് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരിക. അപ്പൊ ഇതിൽ നിന്ന് e റേസ് ടു എക്സിനെ y1 ആയിട്ടും e റേസ് ടു മൈനസ് എക്സിനെ y2 ആയിട്ടും എടുക്കുക. അപ്പൊ ക്ലിയർലി ഈ y1 ഉം y2 ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. കാരണം y1 ഡബിൾ ഡാഷ് മൈനസ് y1 ചെയ്യുമ്പോഴും y2 ഡബിൾ ഡാഷ് മൈനസ് y2 ചെയ്യുമ്പോഴും നമ്മൾക്ക് 0 കിട്ടും. സോ ഈ y1 ഉം y2 ഉം ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി y1 ന്റെ സ്ഥാനത്ത് e റേസ് ടു x ഉം y2 ന്റെ സ്ഥാനത്ത് e റേസ് ടു മൈനസ് x ഇടുക. y1 ഡാഷ് എന്ന് പറയുന്നത് e റേസ് ടു x തന്നെയായിരിക്കും. y2 ഡാഷ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് e റേസ് ടു മൈനസ് x. ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -2 എന്ന് കിട്ടും. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെസൽ ഫംഗ്ഷൻ j-2 ഓഫ് എക്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനോട് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബെസൽസ് ഇക്വേഷൻസ് എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഈ ഇക്വേഷന്റെ സൊല്യൂഷനെയാണ് നമ്മൾ ബെസൽസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ബെസൽസ് ഫംഗ്ഷന് കുറെ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി ഇതാണ്. ഈ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഇതാണ്: j-n of x ഈക്വൽ ടു -1/n jn of x. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത് j-2 of x ആണ്. അപ്പോൾ n-ന് ഇവിടെ n-ന് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇങ്ങനെയാകും: j-2 of x ഈക്വൽ ടു -1² j2 of x, അതായത് ഈക്വൽ ടു j2 of x. ഇതാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആയിട്ട് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു ഓപ്റ്റ് ഓപ്ഷൻ ഡി.